എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മർമ്മത്തിൽ എനിക്കുള്ള ബോധം ഗ്രഹിക്കാം. അർത്ഥം ഇത്രേ ഉള്ളൂ. എൻ്റെ ഓട്ടം ഭയങ്കര വേഗതയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ രീതി വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രസംഗം വ്യത്യാസമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വന്നാലും ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഗ്രഹിച്ച ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. എൻ്റെ പ്രാർത്ഥന വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന വിമർശിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ വിശ്വാസം വിമർശിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ ആരാധന നിങ്ങൾക്ക് വിമർശിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല. പക്ഷെ എന്നെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റുന്നുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പൂർവ്വകാലഘട്ടങ്ങളിൽ ദൈവം മറച്ചു വെച്ച എന്തോ ദൈവം എനിക്ക് തുറന്നു തന്നു. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്റെ രീതി വ്യത്യാസമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ നിലപാടുകൾ വ്യത്യാസമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു വെളിപ്പാട് പോലെ ദൈവം എനിക്ക് തുറന്നു തന്നു. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അത് മാത്രമല്ല, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു, എന്നെ വിളിച്ചു എന്നും ദൈവം എനിക്ക്. ഇത് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാ പൗലോസ് എഴുതുന്നേ. യഹൂദൻ മാത്രം ദൈവത്തിന്റെ മകൻ എന്നൊരു നിലപാടിൽ കിടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുവനു വേണ്ടി മാത്രം ദൈവം ഒരു കാര്യം തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, അടുത്ത ഉണർവിന്റെ കീ വേർഡ്, കീ വെളിപ്പാട്, ഒരു മർമ്മം നിന്റെ മേൽ ഇട്ടുതരാം, ഇത് കൊണ്ട് നീ തുറന്നോണം ആത്മമണ്ഡലങ്ങൾ. എഫേസ്യ ലേഖനം അതിശക്തമായ വെളിപ്പാടുകളാ, കൊലോസ്യ ലേഖനം അതിശക്തമായ വെളിപ്പാടുകളാ, എബ്രായ ലേഖനോ റോമാലേഖനോ ഒക്കെ അതിശക്തമായ വെളിപ്പാടുകളാ നമ്മൾ പറയുന്നു. പൗലോസിനോട് ചോദിച്ചാൽ, പൗലോസായി നിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് എന്തോ? അതൊന്നുമല്ല, എനിക്ക് ദൈവം തന്ന കീവേഡ് വെളിപ്പാട്, ജാതികളെ ദൈവം സുവിശേഷത്താൽ ക്രിസ്തുവിനോട് ഏക ശരീരസ്ഥർ ആക്കി എന്നതുള്ളത് മാത്രമാ ദൈവം എനിക്ക് തന്ന വെളിപ്പാട്. കേൾക്കുന്നുണ്ടോ? ഒരുവനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന, ശുശ്രൂഷയിൽ വ്യത്യസ്തനാക്കി നിർത്തുന്ന, ദൈവമായുള്ള ബന്ധത്തിൽ അവനെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് ഇറക്കാതെ നിർത്തുന്ന, ദൈവം മാത്രം തുറന്നിടുന്ന, വ്യത്യസ്തതയോടെ ഒരുവനെ മാറ്റാൻ, നിയോഗങ്ങളിലേക്ക് തിരിക്കാൻ തുറന്നിടുന്ന ദൈവത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ. ഇപ്പൊ നീ എഫേസ്യ ലേഖനം എഴുതിയതോ, നീ കൊരിന്ത്യ ലേഖനം എഴുതിയതോ, അതൊക്കെ ഈ വെളിപ്പാടിനു വേണ്ടി ദൈവം തുറന്നു തന്നതാ. മനസ്സിലാകുന്നുണ്ടോ? കട്ടിയാണോ ഞാൻ ഈ പറയുന്നത്? കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു രാത്രി പകലിൽ. അങ്ങനെയുള്ള നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഈ തലമുറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുവനെ ദൈവം ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തനാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവന് വ്യത്യസ്തതയുള്ള ചിലത് അവന്റെ മേൽ തുറന്നിട്ടിരിക്കും. നിങ്ങൾ ആമേൻ പറഞ്ഞാലും കൈയടിച്ചാലും ഇല്ലല്ലോ. നിന്റെ
നിന്റെ വിളിയിലേക്കും നിന്റെ തിരഞ്ഞെടുപ്പിലേക്കും നിന്റെ ദേശത്തിൽ ദൈവം നിന്നിലൂടെ ചെയ്യാൻ പോകുന്ന ദൈവ പ്രവർത്തികളിലെ കീ വേർഡുകൾ, കീ എന്ന് പറയുന്നത് അതായിരിക്കും. കേൾക്കുന്നുണ്ടോ? ദൈവം ഇത് സത്യത്തിൽ ജാതികളോടുള്ള സുവിശേഷീകരണം എന്ന ഒരു വെളിപ്പാട് തുറന്നു കൊടുക്കാൻ ഒരു പരിധിവരെ ആഗ്രഹിച്ചത് പത്രോസിനായിരുന്നു. പത്രോസ് അതിലങ്ങോട്ട് നിൽക്കാതെ വന്നപ്പോ ദൈവം പൗലോസിനെ, പൗലോസേ, നിങ്ങൾ ഈ വെളിപ്പാടോട് കൂടി ഇനി പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം വായിച്ചാൽ ഇതിനു വേണ്ടിയിട്ടാണ് പൗലോസ് ബാക്കി എല്ലാം എഴുതിയത് എന്ന് നിങ്ങൾക്ക് തോന്നി. ഗലാത്യ ലേഖനം എഴുതിയത് ഈ വെളിപ്പാടിന്റെ ബേസിൽ. പൗലോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണം. ഞാൻ കടക്കാരനാണ്, നിയോഗം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പൊ ഒരു ദൈവം തുറന്നിടുന്ന വെളിപ്പാടുകൾ അവന്റെ ജീവിത സാഹചര്യങ്ങളെയും വേഗതയും മുഴുവനും അങ്ങ് സ്വാധീനിച്ച് അവന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ അവനെ തള്ളിക്കൊണ്ടുപോകുന്ന ഒരു ദൈവിക ബലമായി, എനർജിയായി തീരുന്നുണ്ടോ? ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, പട്ടണങ്ങളെ തുറക്കാൻ വേണ്ടിയിട്ട് ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോൾ പറയുന്നില്ല, കർത്താവ് എനിക്ക് മാത്രം എന്താ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ, വേറെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, എന്റെ പ്രാർത്ഥനകൾ മാത്രം വ്യത്യസ്ത. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം ചില കാര്യങ്ങൾ വിശ്വസിക്കാം? ഞാൻ കണ്ടിട്ടുണ്ടോ അങ്ങനെ ആൾക്കാരെ? അവർ പ്രാർത്ഥിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും, അവർ വിശ്വസിക്കുന്ന രീതി വ്യത്യാസമുള്ളതായിരിക്കും. ദൈവം ചില മേഖലകളിൽ ദൈവമായുള്ള ബന്ധത്തിൽ ഒരാളെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അടയാളമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഏരിയകളെ ദൈവം നിനക്ക് വേണ്ടി തുറന്നിടും. അത് വച്ചിട്ടായിരിക്കും ബാക്കി ആത്മതലങ്ങളെ മുഴുവനും ദൈവം നിന്നെ കൊടുത്തുറപ്പിക്കുന്നത്. പൗലോസിനോട് ചോദിച്ചേ, അടിമയായ ഒനേസിമോസിനെ നിനക്ക് പ്രിയ മകൻ എന്ന് വിളിച്ച് സംബോധന ചെയ്യാൻ എങ്ങനാ പൗലോസെ നിനക്ക് പറ്റിയേ? ഫിലോമോന്റെ ലേഖനം എഴുതുമ്പോ കാരാഗ്രഹത്തിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ പ്രിയ മകൻ ഒനേസിമോസിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു എന്ന വെളിപ്പാട് എന്ന് എങ്ങനെ നിനക്ക്, യഹൂദനായ നിനക്ക് എങ്ങനെ പറയാൻ പറ്റി എന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, എനിക്കത് പറയാൻ വേണ്ടി ഇരിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവം എൻ്റെ മേൽ തന്ന നിയോഗം അങ്ങനെയുള്ളതാ. ജാതികളോടുള്ള സുവിശേഷീകരണവും ആ നിലവാരത്തിൽ അടുത്ത ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവം എൻ്റെ മേൽ തുറന്നിട്ടത് ആ കാലഘട്ടത്തിൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആര് വിളിച്ചാലും ആര് വിളിച്ചില്ലേലും, ആര് പോയാലും ആര് പോയില്ലേലും, ആര് അവരെ അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലേലും എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. കാരണം എന്നെ വിളിച്ചത് എന്റെ ജന്മ ഉദ്ദേശം ഇതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ചിലർ ഇന്ന് പകലിൽ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റാൽ അതാണ് നിങ്ങളെ വ്യത്യസ്തരാക്കി നിർത്തുന്നത്. ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ, നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ. കാരണം ഇവിടെ അജോ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു തലമുറ കർത്താവിന് വേണ്ടി എന്തും ഏതും ആകാൻ വേണ്ടിയിട്ട് ദൈവം വിളിച്ചു എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് എനിക്ക് 100% അറിയാം. ഇത് ഇന്ന് പകലിൽ 2022 അവസാന ദിവസങ്ങളിൽ 2023 ഒരു കുതിപ്പിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന, പുറപ്പാടുകൾക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന, വിടുതൽ ശുശ്രൂഷകൾക്ക് വേണ്ടി തയ്യാറാകാൻ നിൽക്കുന്ന, അടുത്ത നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകാൻ നിൽക്കുന്ന ഒരു കൂട്ടത്തിനെ കത്തിക്കാൻ, നിന്നെ വ്യത്യസ്തരാക്കി നിർത്താൻ, തലമുറയിൽ നിന്റെ ജീവിത അവസാനം വരെ നിന്റെ ജന്മ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രം നിർത്താൻ ദൈവം നിന്നോട് സംസാരിക്കുകയെന്ന് പകലിൽ. ഈ നിയോഗം നിന്റെ മേൽ കത്തിയാൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ഞെ ഇന്ന് വരെ ആർക്കും വെളിപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇതാർക്കും ഇതുവരെ തുറക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ബോധ്യം നിന്റെ ഉള്ളിൽ കത്തിയ, നിന്നെ ചത്തെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ് മാറിപ്പോയാലും ആ നിയോഗവും ആ വെളിപ്പാടും അതിന്റെ നടുവിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും.
ഇനി എല്ലാവരും വിട്ടിട്ട് പോയെന്ന് പറഞ്ഞാലും ഈ നിയോഗം നിന്റെ അവസാനം വരെ നിന്റെ കൂടിരിക്കും. ഇനി പാമ്പ് നിന്റെ കയ്യിൽ ചുറ്റിയാലും ആ വെളിപ്പാടോടെ നീ ഹല്ലേലൂയ കുടഞ്ഞു കളയും. ദൈവദാസൻ പറഞ്ഞതുപോലെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ള ബോധ്യത്തിൽ ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്തോട്ടം തികച്ചു? വെളിപ്പാടിൽ എനിക്ക് ദൈവം തുറന്നു തന്ന ജാതികളോടുള്ള സുവിശേഷം ഇന്ന് ഒരു വെളിപ്പാട് ആർക്കും വെളിപ്പെടാതിരിക്കുമ്പോൾ എനിക്ക് തുറന്നു തന്ന ആ നിയോഗത്തിനനുസരിച്ച് ദൈവം എന്നെ ആക്കി വെച്ചതനുസരിച്ച് ഞാൻ ഓടി, ഞാൻ തികച്ചു, ഞാൻ പൊരുതി. ഓട്ടം തികച്ചു എന്ന് പറയണമെങ്കിൽ ഓടേണ്ട ഒരു ട്രാക്കിന്റെ നീളം അറിയണ്ടേ, അല്ലേ വിഷ്ണു? ഓട്ടം തികച്ചു എന്ന് പറയണമെങ്കിൽ എവിടെ മുതൽ എവിടെ വരെ ഓടണമെന്ന ട്രാക്കിന്റെ ലെങ്ത് നമുക്കറിയണ്ടേ? ഇത് ഉള്ളി കത്തിയ. ഇനി ഗലാത്യ ലേഖനമൊക്കെ പറയുമ്പോ പത്രോസിന് നേരെയും ശിഷ്യന്മാരുടെ നേരെയും വിരൽ ചൂണ്ടി നിന്ന് എതിർക്കാനുള്ള ധൈര്യം പൗലോസെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എന്നോട് ദൈവം എന്റെ പ്രാർത്ഥനാ റൂമിൽ എനിക്ക് ദൈവം തുറന്നിട്ട് തന്നതിനെതിരെ ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാലും മുഖം നോക്കാതെ അവരെ നേരെ വിരൽ ചൂണ്ടി എന്റെ നിയോഗങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഏത് പ്രതികൂലമുണ്ടായാലും ആരൊക്കെ എന്റെ ദൈവിക ഇടപെടൽക്കെതിരെ സംസാരിച്ചാലും അതൊന്നും ഗൗനിക്കാതെ എന്റെ ഓട്ടം തികക്കേണ്ടത് വരെ ഓടി തീർക്കാനുള്ള ബലം എന്റെ മേൽ കിടക്കുന്നിടത്തോളം കാലം ഇനി എന്ത് വന്നാലും ആരിടോ പറഞ്ഞാലും ആരെല്ലാം പിൻപിൽ നിന്ന് വലിച്ചാലും ഓടി തികയ്ക്കാനുള്ള വിളി എന്റെ മേൽ കിടക്കുന്നതനുസരിച്ച് ചിലതിന് ദൈവം ആ നിലവാരത്തിൽ എഴുന്നേൽപ്പിക്കുക എന്ന് പകലിൽ. ചിലരുടെ പ്രാർത്ഥനാ റൂമുകളിൽ നിന്നോട് തുറന്നിട്ട ദൈവ ശബ്ദം നിനക്കറിയാം. നീ പറഞ്ഞാൽ ചിലപ്പോ ഒരാളത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില ഏരിയകളെ തുറക്കാനുള്ള ചാവി നിന്റെ മേൽ തുറന്നിട്ട് തന്നിരിക്കുമ്പോ നീ ആ ചാവി കൊണ്ട് ആ ദേശത്തെ പിടിക്കാൻ നിന്റെ മേൽ നിയോഗം കിടക്കുമ്പോ ചിലർക്കത് വിശ്വാസമായിരിക്കും, ചിലർക്കത് പ്രാർത്ഥനയായിരിക്കും, ചിലർക്കത് വചനമായിരിക്കും, ചിലർക്കത് ഒന്നും ആയിരിക്കത്തില്ല. അവന്റെ മേൽ അസാധാരണമായി ദൈവിക വചനത്തിന്റെ വെളിപ്പാടായിരിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ഒറ്റ വാക്കുകൊണ്ട് മാർട്ടിൻ ലൂതർ കാലഘട്ടങ്ങളെ മുഴുവനും തിരിച്ചെന്ന് ഒത്തിരിയൊന്നുമില്ല. ദൈവം അവന് തുറന്നു കൊടുത്തത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ഒരു വാക്യത്തിന്റെ ഒരു ഭാഗം മാത്രം. ദൈവത്തിന് നിന്നെ നിയോഗങ്ങളിലേക്ക് തിരിക്കാൻ, ദൈവത്തിന് നിന്നെ കാലഘട്ടത്തിൽ വ്യത്യസ്തനാക്കി നിർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ ഒരു വാക്യം മുഴുവനും വേണ്ട, അതിലെ ഒരു ഒറ്റ അക്ഷരം കൊണ്ട് നിന്നെ കാലഘട്ടത്തിൽ വ്യത്യസ്തനാക്കി നിർത്താൻ പറ്റുമെന്നാ ഞാൻ ഈ പറഞ്ഞേ. എല്ലാവരും ആണോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ശുശ്രൂഷകളെ മുഴുവനും മാറ്റുന്നത്, അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന ആത്മലോകങ്ങളിലേക്ക്, ആത്മതലങ്ങളിലേക്ക് നിന്നെ കയറ്റാൻ വേണ്ടിയിട്ട് നിനക്കൊരു ചാവി എന്തായാലും, ഒരു കീ എന്തായാലും ദൈവം തന്നിരിക്കും. അത് വെച്ച് നീ തുറക്കും. അത് വെച്ച് നീ ഇന്ന് പകലിൽ തുറന്നോണം. അത് വെച്ച് ജാതികളിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു. ജാതികളെ കർത്താവ് ഈ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ഏക ശരീരസ്ഥരായി വിളിച്ചിരിക്കുന്നു എന്ന ചാവി കൊണ്ടാണ് പൗലോസ് തുറന്ന് ബാക്കി വെളിപ്പാടുകളെ മുഴുവനും. അല്ലേ അല്ലേ അങ്ങനെ ഞാനിങ്ങനെ
ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവർക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലേ? ആരും കാണാത്തത് അവർ കാണും. നിന്റെ കുഴപ്പമല്ല, നിന്റെ വിളിയുടെ കുഴപ്പമാണ്, നിന്റെ തെരഞ്ഞെടുപ്പിന്റെ കുഴപ്പമാണ്. ദൈവം നിനക്ക് തുറന്നു തന്നിരിക്കുന്ന ചാവി. ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരുവനെ അങ്ങനെ വിളിക്കും, അവൻ തുറക്കും. എറിയപ്പെട്ടേക്കാം, ഒറ്റപ്പെട്ടേക്കാം, വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവൻ അതൊന്നും വിഷയമല്ല. അവന്റെ ദർശനങ്ങൾ ചിലപ്പോൾ ആർക്കും മനസ്സിലാകുമെന്ന് കൂടിയില്ല. അങ്ങനെയുള്ള തുറവികളാണ് ദേശത്തിൽ ഉണർവുകൾക്ക് വേണ്ടി നിന്നെ ചലിപ്പിക്കുന്നത്. അതാണ് നിന്റെ ഉണർവിന് ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന കീ വേർഡുകൾ. അതാണ് നിന്റെ മേൽ ഉണർവിന് തന്നിരിക്കുന്ന താക്കോലുകൾ. അത് വെച്ച് തുറന്ന് ബാക്കി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ഈ ദാവീദിനെ കുറിച്ച് പറയുമ്പോഴേ, ഒരു കാലഘട്ടത്തിൽ ഒരുവനും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമൊക്കെ ഈ മനുഷ്യൻ വിശ്വസിക്കുന്നത്. 27-ാം സങ്കീർത്തനത്തിന്റെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടത്തിൽ ദാവീദിനെ പോലുള്ള ഒരുവന്, വേണമെങ്കിൽ ലേവ്യ പുരോഹിതൻ ഇത് വേണമെങ്കിൽ പറയാം, ഞാൻ യഹോവയുടെ ആലയത്തിൽ രാപ്പകൽ. അതൊക്കെ എൻ്റെ ദാവീദേ, നിനക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നീ ലേവ്യ പുരോഹിതനല്ലോ, ആലയത്തിന്റെ അകത്ത് കയറാൻ നിനക്ക്, അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ നിനക്ക് പെർമിഷൻ ഇല്ലല്ലോ, പ്രമാണം നിന്നെ അനുവദിക്കുന്നില്ലല്ലോ. ഒരു തലമുറയുടെ നടുവിൽ ഒരുവൻ മാത്രം വ്യത്യസ്തമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് എന്താ ഉദ്ദേശമില്ലേ? ഒരു തലമുറയിൽ ഒരുവൻ മാത്രം വ്യത്യസ്തമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന് എന്തോ അവനെ കൊണ്ട് ഉദ്ദേശമില്ലേ? അവൻ പറയും, എനിക്ക് കയറാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഇരിക്കുന്നിടത്ത് ദൈവത്തിന് വരാൻ പറ്റുമല്ലോ. എനിക്ക് ആലയത്തിന്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, എന്നാൽ എനിക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിനും ഇറങ്ങി വരാൻ പറ്റുമല്ലോ. ഞാൻ ഇരിക്കുന്ന ഇടം ദൈവത്തിന്റെ ആലയമാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റുമല്ലോ. എടാ, ഉസ പെട്ടകത്തിൽ തൊട്ടപ്പോൾ മരിച്ചു വീണത് കണ്ടവനായി ദാവീദ്. നിയോഗമില്ലാത്തൊരുത്തൻ പെട്ടകത്തിൽ തൊട്ടപ്പോൾ മരിച്ചു വീണത് കണ്ടിട്ടും ദാവീദ് നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറയും. ഞാൻ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് എന്റെ കൂടെ ഇരിക്കാൻ ഒരു തലമുറ മുഴുവനും യജമാനനും ദാസനും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അപ്പന് മക്കളോട് ദയ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് ദയ തോന്നുന്നു എന്ന വെളിപ്പാട് സ്വീകരിക്കാൻ അവൻ അങ്ങനെ പറ്റിയേ? അല്ലേ? ദാവീദ് നിനക്കാരനും പറഞ്ഞു തന്നോ? അപ്പന് മക്കളോട് ദയ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട്. അവനെക്കുറിച്ച് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ദൈവം ആരെ കുറിച്ച് പറയും? സ്തോത്രം. കാലഘട്ടത്തിൽ ദൈവം തുറന്നു കൊടുക്കുന്നു കണ്ടോ ഒരുവനെ. ആർക്കുമില്ലാത്ത ഒരു പ്രാർത്ഥനാ ജീവിതം, ആർക്കുമില്ലാത്ത ഒരു വിശ്വാസം, ആർക്കുമില്ലാത്ത ഒരു എരിവ്, ആർക്കുമില്ലാത്ത ഒരു ധൈര്യം. ചിലപ്പോൾ എല്ലാ മേഖലകളിലും ആവണമെന്നില്ല, ചില ഏരിയകളിൽ ദൈവം നിനക്ക് മറ്റ് ഏരിയകൾ ഇല്ലാത്തതിനപ്പുറം ഒരു ധൈര്യമുണ്ടെങ്കിൽ ദൈവം അതാണ് നിന്നെ ആത്മമണ്ഡലത്തിൽ കയറാൻ തുറന്നിട്ടിരിക്കുന്ന ചാവി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടിയാണ് ദൈവം നിന്നെ പിടിച്ചു കയറ്റാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ